ഇന്ന് നമുക്ക് നല്ല മധുരമുള്ള പാലട പായസം റെഡിയാക്കാം. അപ്പം നളമൃദുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനായി നമ്മൾ ആദ്യം നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പാലട ഇട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. പാലട നിങ്ങൾ വാങ്ങുമ്പം ശ്രദ്ധിക്കണം, നല്ല അട നോക്കി വാങ്ങാൻ ശ്രമിക്കുക. കാരണം നമ്മൾ നല്ല അട വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ അടയുടെ രുചി കാരണം നമ്മുടെ പായസം ശരിയാവാതാകും. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ചുകൂടെ വലിയ അടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കുന്ന ഒരു അടയാണ്. ബട്ട് ഇതല്ല, നിങ്ങൾ ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ഈ 100-200 ഗ്രാമിൻ്റെയൊക്കെ അട നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 250 ഗ്രാം അടയാണ്. അപ്പം നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അടയിട്ടു. അത് കുക്കറിലേക്ക് അത് അടച്ച് ഒരു 1.25 മണിക്കൂർ നമ്മൾ വെക്കും. ഇനി നമ്മുടെ അട റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാല് ഒരു നല്ല ഉരുളിയിൽ വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 1.5 ലിറ്റർ വെള്ളം, അതിൻ്റെ കൂട്ടത്തിൽ നെയ്യും ഒരു നുള്ള് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഇത് ആദ്യം ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഉരുളിയുടെ ചോട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല്, നമ്മൾ ഏകദേശം ഒരു 3.5 ലിറ്റർ പാലെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ പാല് നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അളവ് മനസ്സിലാവും. ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒരു 10% കൂടുതൽ ഇത് വറ്റി വരണം. എന്നാലേ നമ്മുടെ പാലട പ്രഥമന് രുചി കൂടത്തുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ പാലിവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, അതിൻ്റെ അരികത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അരികിൻ്റെ മുകളിൽ, വരയുടെ മുകളിൽ തരെ പാലുണ്ടായിരുന്നു. ഇപ്പം അത് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അടയൊക്കെ ഇടുമ്പോഴത്തേക്കിന് എന്താ പറയുക, നന്നായിട്ട് കുറുകിയൊരു പാലട പ്രഥമൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി കുറുകുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി കഴിയുമ്പം പാല് വറ്റി വരുമ്പോഴത്തേക്കിന് അടയിട്ട് പഞ്ചസാരയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഒരു 250 ഗ്രാം പാലട എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പാലൊരു 10% വറ്റി വന്നപ്പം നമ്മൾ പാലട ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി പാലട ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനകത്ത് ഒത്തിരി നേരം ഇട്ട് പിന്നെയും വേവിച്ച് കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോയില്ലേ. അതുകൊണ്ട് നമ്മുടെ പാലിനകത്ത് പാലട നന്നായിട്ട് വെന്ത് വന്നപ്പം നമ്മളൊരു 900 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. പഞ്ചസാര നമ്മൾ എന്തിനാണ് നേരത്തെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അട ഇനിയും വെന്ത് പോവാതിരിക്കാൻ, അതോടൊപ്പം ആ മധുരം പാലിലും അടയിലും ചേർന്ന് വരാൻ കൂടിയാണ്. അപ്പം ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിക്കില്ല. എന്നാലും നമ്മുടെ ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലിന് പണ്ടേ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ തിളച്ച് തൂവാനായിട്ട്. ഇതിന് തിളച്ച് തൂവത്തൊന്നുമില്ല. ഈ സമയത്ത് നമ്മുടെ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമ്മുടെ പാലട ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറുകണം എന്നുണ്ടെങ്കിൽ മാത്രം തിളപ്പിച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി അതിനകത്തേക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തുളുമ്പി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.